എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ ചാനൽ റീച്ച് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ വീഡിയോ ഒരുപാട് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വളരെയും വെറുതെ എന്താ പറയാ പ്രചോദനം ചെയ്യുന്ന ചില രീതിയിലുള്ള വീഡിയോസ് ഒക്കെയാണ് വരുന്നത് അല്ലെ. ഇങ്ങനെയുള്ള വീഡിയോസ് ഈ അടുത്ത് ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ മലയാളത്തിന്റെ ശ്രീനിവാസൻ മരിച്ച സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോ ആ ഒരു സമയത്ത് പോലും ഒരു ചെറിയ കാര്യങ്ങൾ കണ്ടെത്തി അതിനെ പോകാനും അതിനെ കുറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് ആളുകൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചാനൽ റീച്ചാക്കി എന്ത് നേടാനാണ്. അതാണ് എനിക്ക് ഞാൻ പറയുന്നത്. ഒരു മുഖ്യമന്ത്രി നമ്മുടെ മലയാളത്തിന് വേണ്ടപ്പെട്ട ഒരാൾ അയാളുടെ ജീവിതത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നതിന് വേണ്ടി തെറ്റല്ല. എന്നിട്ട് പോലും ചില ആളുകളൊക്കെ ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് വേണ്ടാത്ത കഥകളൊക്കെ കെട്ടിച്ചാൻ വെച്ചുണ്ടാക്കിയിട്ടാണ് ഒരു കാര്യം ചെയ്യും. കണ്ടന്റിന് ക്ഷാമം ഉണ്ടാകും. എനിക്കും കണ്ടന്റിന് ക്ഷാമം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെയും എന്തും പറയാമില്ല. നമുക്ക് അങ്ങനെയൊന്നും കണ്ടന്റിലേക്ക് ഒരു കാര്യമില്ല. അതും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതേപോലെ തന്നെ ഈ അന്തരിച്ച നമ്മുടെ പ്രിയങ്കരനായ തിരക്കഥാകൃത്ത് സിനിമകളും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ മകനെയും കുറിച്ചിട്ട് ഒരുപാട് പേര് വേണ്ടാത്ത രീതിയിലും അനാവശ്യമായ ചർച്ചകളിലേക്ക് വലിച്ച് ഇടുന്ന ഒരു രീതിയിലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ഒരു ഇങ്ങനെയൊക്കെ ചെയ്യും എന്നാണ് ഒന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് അതിന്റെ ഒക്കെ ഒരു കാരണം. ഇപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചടങ്ങിലേക്ക് സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും സാംസ്കാരിക തലത്തിൽ എല്ലാ മേഖലയിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുക പലരും. അതായത് കണ്ടന്റിന് ക്ഷാമമുള്ളവരുടെ ആൾക്ക് മാത്രം. കണ്ടന്റിന് ക്ഷാമമാണ്. എനിക്ക് കണ്ടന്റ് ക്ഷാമമുണ്ട്. പക്ഷെ ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നു വെറുതെ ഒരാളെ പ്രചോദനം ചെയ്യാൻ മനസ്സിലാറില്ല. നമ്മളൊരു ചെറിയ ചാനലാണ്. അപ്പോൾ ചെറിയ ചാനലാണ്. ഒരു 3 വർഷം കൊണ്ട് 6000 സബ്സ്ക്രൈബ് ചാനലാണ്. മനസ്സിലായില്ല. അപ്പൊ എന്റെ കണ്ടന്റിന്റെ ക്ഷാമത്തെ എന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാലും ഇതുപോലുള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യില്ല. ഇതൊക്കെ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടാണ്. അനാവശ്യമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ചടങ്ങിലേക്ക് ശ്രീനിവാസൻ ചേട്ടന്റെ വീഡിയോ പിന്നെ അവിടെ അനുബന്ധിച്ചുള്ള അനുശോചന അറിയിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില സമയത്ത് അദ്ദേഹം ശ്രീനിവാസൻ ചേട്ടന്റെ ദൗത്യശീലിക്കുന്നവർ ട്രീറ്റ് വെക്കാൻ ചെന്ന സമയത്ത് കുറച്ച് ആളുകൾ നമ്മുടെ ധ്യാനെ കുറ്റം പറയുന്നു. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് അച്ഛന്റെ തൊട്ടരികിലും ചെയറിലിരിക്കുന്ന ഈ ധ്യാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിപ്പോ കണ്ടന്റ് ക്ഷാമം വരും, ഇങ്ങനെയൊന്നും ഉണ്ടാക്കരുത്. അവർക്ക് ക്ഷാമം, എനിക്ക് ക്ഷാമമുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. എനിക്കതിനാവില്ല. എന്തിനാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ അപ്പൊ പറയുന്നത് എന്താ, കുറച്ചാളുകൾ പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില സമയത്ത് ഞാൻ എണീറ്റ് നിന്നില്ലാന്ന് പറയുന്നത്. എണീറ്റ് നിന്നില്ലാണ് ഈ പറയുന്ന ഇതുപോലുള്ള ഈ വീഡിയോസായിട്ടും കമന്റുകളായിട്ടും പറിച്ചു വിടുന്ന ഈ ആളുകളുണ്ടല്ലോ, കുറെ ആളുകളുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ പാരന്റ്സ് മരിച്ച് ഇതേപോലെ ഒരു ചടങ്ങില് ഈ വരുന്ന ആളുകളുടെ വലുപ്പത്തിനനുസരിച്ച് എണീറ്റ് നിൽക്കാനോ അതിനൊക്കെ ഈ ധ്യാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും ശരി. അപ്പൊ ആ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ആ സമയത്ത് ഈ വിനീത് ശ്രീനിവാസൻ പോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ ചേട്ടൻ ആ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരു ഐക്യത്തോടു കൂടി എന്തൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വിഷമങ്ങളും കാര്യങ്ങളും ആ സമയത്ത് ആ ഒരു മനസ്സിൽ കൊണ്ട് നടന്നു ആ ഇരിക്കുന്ന സമയത്ത് അതിനൊക്കെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങൾക്കൊക്കെ വേറെ ഒരു പണിയില്ലാത്താണോ ഇങ്ങനെയൊക്കെ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നത്. ഇനി അതുപോലെ അതൊരു കാര്യം. മറ്റൊരു കാര്യം, അപ്പൊ എന്താണ് ഇവരൊക്കെ ഉദ്ദേശം എന്താ വെച്ചാൽ രണ്ട് തലയും കത്തിക്കുക. ഒരേ സമയം മുഖ്യമന്ത്രിയെയും കുറ്റം പറയാം, ഒരേ സമയം നമ്മുടെ ധ്യാനെയും കുറ്റം പറയാം. അപ്പോ എന്താണ് കുറച്ച് ഒരു ചെറിയൊരു തിരിയാണ്ട് കത്തിച്ചുവിട്ടാലും ഒരുപാട് കാലത്തേക്ക് ഒരു കോളായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും എന്റെ നല്ലവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നതോ ആ ഒരു കാര്യത്തില് അദ്ദേഹം വന്നിട്ട് ആ ഒരു റീറ്റ് വെച്ചിട്ട് നമ്മുടെ ശ്രീനിവാസന്റെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ആശ്വസിപ്പിക്കുന്നുള്ളത് അദ്ദേഹത്തിന്റെ ചുമതല.
അദ്ദേഹം വന്നു അനുശോചനം അറിയിച്ചു. ഇത്രയും സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു ആള് വിഷമിച്ചിരിക്കുകയാണെന്നും അപ്പോ ആ ആളെ മാനസികാവസ്ഥ എന്താണെന്നും അറിയാനുള്ള അതൊന്നും അറിയാത്ത ഒരാളല്ല നമ്മളൊന്നും മനസ്സിലാക്കി. അപ്പൊ രണ്ടാളെയും ഒരേപോലെ എന്താ പറയാ, രണ്ടാളെ ഒരേപോലെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് കണ്ടതിന് ക്ഷാമുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. 3 വർഷമായിട്ട് 6,000 മാസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് പോലും ഞാൻ ഒരാളെ അതേപോലെ ചോദിക്കാനോ ഞാൻ നടക്കുന്നില്ല. എനിക്ക് ആവശ്യമാണ്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതുപോലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടൊന്നും പൈസ ഉണ്ടാക്കിയിട്ട് ആരും വാങ്ങിക്കുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ അവസ്ഥയിലും ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും അവരുടെ അവസ്ഥ ആ ഒരു സിറ്റുവേഷനിൽ വെച്ച് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള ചെറിയൊരു സാമാന്യ ബുദ്ധി എല്ലാവർക്കും ആ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ആ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഒരേ സമയം എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്ത് ആരൊക്കെ കുറ്റപ്പെടുത്താൻ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളാണുള്ളത്. അപ്പൊ പക്ഷെ ഒരു കാര്യം, നിങ്ങൾ റിസർച്ച് ചെയ്തോ അതേപോലുള്ള കുറ്റങ്ങൾ കുറവൊക്കെ കണ്ടിരിക്കും. പക്ഷെ ഇതുപോലുള്ള ഒരു ചടങ്ങുകളെ ഈ ഒരാൾ സ്വന്തം അച്ഛൻ വെച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ അടുത്തിരിക്കുന്ന ഒരാളെയും അല്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കാൻ വരുന്ന ഒരാളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരം ചെയ്യുക എല്ലാവരും നോക്കുക. അങ്ങനെയുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല മകളെ.